എല്ലാവർക്കും ലേണിറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ ഷീറ്റ്സിനെ പറ്റിയാണ്. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് ഓൺലൈനായി സ്പ്രെഡ്ഷീറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യമായി നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് നോക്കാം. അതിന് മുന്നോടിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ സ്വന്തമായി മെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം. നമുക്കൊരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പല മെത്തേഡ്സുകളുണ്ട്. അതിൽ 2 മെത്തേഡുകളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തേത്, നമുക്ക് ഗൂഗിളിൽ ബ്രൗസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമതായി, നമ്മുടെ മെയിലിനുള്ളിൽ കയറി തന്നെ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യത്തെ വഴിയായ എങ്ങനെയാണ് ബ്രൗസ് ചെയ്ത് ഗൂഗിൾ ഷീറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ ലിങ്ക് ഗൂഗിൾ ഷീറ്റ്സ് സൈൻ ഇൻ എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ സെർച്ച് റിസൾട്ട്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ്സ് സൈൻ ഇൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡി ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ലോഗ് ഔട്ട് ചെയ്ത കാരണമാണ് എൻ്റെ മെയിൽ ഐ ഡീസ് ഇവിടെ കാണിക്കുന്നത്. അല്ല, നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് ചോദിക്കുന്ന ഒരു പേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ചൂസ് ചെയ്യുകയാണ്. എന്നോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ പേജിലേക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയൊരു പേജിലേക്കാണ്, ഗൂഗിൾ ഷീറ്റിൻ്റെ പുതിയൊരു പേജിലേക്കാണ് ഞാനിപ്പോൾ എൻറ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇമെയിലാണ് ഓപ്പൺ ആക്കുന്നത്. നമ്മൾ ഇമെയിൽ ഓപ്പൺ ആക്കുന്നു. ഇമെയിലിലേക്ക് നേരത്തെ വീണ്ടും കണ്ടതുപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡിൻ്റെ യൂസർ നെയിമും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിച്ചിട്ടുള്ള പേജിലേക്കാണ് എത്തുക. അവിടെ നമ്മൾ സാധാരണ ഇമെയിലിലേക്ക് കയറുന്നത് പോലെ തന്നെ കയറുന്നു. ഇവിടെ നമ്മൾ ഇമെയിലിൽ കയറുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഗൂഗിൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സൈൻ ഔട്ട് ഓപ്ഷനുള്ള ഈ നമ്മുടെ റൈറ്റ് അപ്പർ കോർണറിലുള്ള ഓപ്ഷൻ്റെ തൊട്ടിപ്പുറത്തായി ഗൂഗിൾ ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഗൂഗിൾ ആപ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പല ഗൂഗിൾ ആപ്ലിക്കേഷൻസിനെ ലിസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അതിൽ ജിമെയിൽ, ഡ്രൈവ്, ചാറ്റ്, ഗൂഗിൾ പ്ലസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഗൂഗിൾ ഷീറ്റ്സ് എന്നുള്ള ഓപ്ഷൻ, ഈ ഗൂഗിൾ ഷീറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ ഷീറ്റ്സിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൾറെഡി എനിക്ക് വന്നിരിക്കുന്ന ഗൂഗിൾ ഷീറ്റ്സ് ആണ്. അതോടൊപ്പം തന്നെ പുതിയൊരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി ഇവിടെ ബ്ലാങ്ക് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. ഈ ബ്ലാങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള നമ്മുടെ ഗൂഗിൾ ഷീറ്റിൻ്റെ പുതിയ ഫ്രഷ് ആയിട്ടുള്ളൊരു ഗൂഗിൾ ഷീറ്റിൻ്റെ പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 2 വഴിയായി നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം പല റോസും കോളംസും കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെല്ലിൽ A1 എന്നുള്ള ഞാൻ ഈ കഴ്സർ കൊണ്ടുവച്ചിരിക്കുന്ന ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഡൗൺ പ്രസ് ചെയ്യുമ്പോൾ, കൺട്രോൾ നെക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും താഴത്തെ റോയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1000 റോ വരെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം 1000 ആണ് നമ്മുടെ ടോട്ടൽ റോസിൻ്റെ എണ്ണം. തിരിച്ച് നമ്മൾ ഫസ്റ്റ് സെല്ലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ അപ്പ് ആരോ നിൽക്കാൻ മതി. ക്ലിക്ക് ചെയ്യുന്നു, ആ സെല്ലിൽ കൺട്രോൾ ഞെക്കി പിടിക്കുന്നു, അപ്പ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് സെല്ലിലേക്ക് എത്തും. ഇതേപോലെ തന്നെ എത്ര കോളംസ് ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം കോളംസ് ചെയ്തിരിക്കുന്ന ABCDE എന്നുള്ള ഈ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന ഇതാണ് കോളംസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എത്ര കോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും എൻട്രുള്ള കോളത്തിലേക്ക് എത്തും. സെഡ് ആണ് നമുക്ക് ഏറ്റവും അവസാനമുള്ള കോളം എന്ന് പറയുന്നത്. അപ്പോൾ സെഡ് വരെ കോളംസ് നമുക്ക് ഈ ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും കൺട്രോൾ ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഫങ്ഷൻസ് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുട്ടികളുടെ പേരും അവരുടെ മാർക്സും ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ കോളത്തിലേക്ക് ഈ സെല്ലിൻ്റെ ഇവിടേക്ക് നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികളുടെ പേരും അവരുടെ മാർക്സുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹെഡിങ് ഞാൻ കൊടുക്കുവാണ്. ഫസ്റ്റ് കോളത്തിൽ കുട്ടികളുടെ പേരായതുകൊണ്ട് തന്നെ നെയിം എന്നുള്ള ഹെഡിങ് ആണ് കൊടുക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ നമ്മൾ അവരുടെ മാർക്സ് ആയതുകൊണ്ട് മാർക്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് അലൈൻമെൻറ്റിലുള്ള മാറ്റങ്ങൾ, ഫോണ്ട് ഇങ്ങനെയുള്ളതിനെ പറ്റി നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. ഫോണ്ട് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ഫോണ്ട് എന്നുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ കൾസർ വെച്ചിരിക്കുന്നതാണ് ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഒന്ന് സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ എവിടം വരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടം വരെ നിങ്ങൾ കൾസർ കൊണ്ടുവന്നാൽ അത് മൊത്തം സെലക്ട് ആവും. അല്ല എങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ A അടിക്കാം. അതായത് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ A അടിക്കുമ്പോൾ ആ ടൈപ്പ് ചെയ്തിരിക്കുന്ന പോർഷൻസ് സെലക്ട് ആവും. ഇനി നമ്മൾ ഇതിൻ്റെ ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ്റെ അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ ഡ്രോപ്പ് ഡൗൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഫോമാറ്റ്സ് കാണാം. അപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ടിരിക്കുന്ന ഏരിയൽ എന്നുള്ള ഫോമാറ്റാണ്. നമ്മളിന്ന് മാറ്റിയിട്ട് നമ്മളിന്ന് കംഫോർട്ട എന്നുള്ള ഫോമാറ്റിലേക്ക് എടുക്കാം. കംഫോർട്ട എന്നുള്ള ഫോമാറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനനുസരിച്ച് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇത് കാണാം നെയിമും മാർക്സും ഹെഡിങ് ആണ്. പക്ഷെ അത് സാധാരണ ടൈപ്പ് ചെയ്തിരിക്കുന്ന ബാക്കി കണ്ടൻറ്റിൻ്റെ അതേ സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ 2 സെൽ ഏതാണോ മാറ്റം വരുത്തേണ്ടത്, ഹെഡിങ് ആയതുകൊണ്ട് നെയിമും മാർക്സും ഹെഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2 സെല്ല് നമ്മളിന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. അതിനെ നമുക്കിന്ന് കുറച്ചും കൂടെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ B എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബോൾഡ് കൺട്രോൾ പ്ലസ് B എന്ന് പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ബോൾഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അവിടെ കുറച്ച് ബോൾഡായി മാറിയിട്ടുണ്ട്. നെയിം ആൻഡ് മാർക്സ് മറ്റ് ടെക്സ്റ്റിനെ ഇതിനെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ അപേക്ഷിച്ച് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിനെ ഒന്ന് ഇറ്റാലിക് ആക്കുകയാണ്. ഒന്ന് ചെരിച്ചെഴുതാൻ വേണ്ടിയിട്ട് ഇറ്റാലിക് ഓപ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബോർഡിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇറ്റാലിക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കൾസർ വെച്ചിരിക്കുന്നതാണ്. ആ ഇറ്റാലിക് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒന്ന് ചെരിഞ്ഞ് ഇറ്റാലിക്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഹെഡിങ്ങിൻ്റെ സൈസ് ഒന്ന് കൂട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ആദ്യത്തെ ഫോണ്ടിന് തൊട്ടിപ്പുറത്ത് ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി കിടക്കുന്നത് 10 ആണ്. അപ്പോൾ 10ൻ്റെ അവിടെ ഈ ഡ്രോപ്പ് ഡൗണിൽ ഒന്ന് ഈ താഴേക്കുള്ള തൊട്ടൊരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പല സൈസസ് കാണാം. അപ്പം നമുക്കിവിടെ ഇഷ്ടമുള്ള സൈസ് ഇപ്പോൾ ഞാൻ 12 ആക്കുവാണ്. 12 സൈസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ സൈസ് മാറി 12 സൈസായി മാറിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഈ ഹെഡിങ്ങിൻ്റെ കളർ ഒന്ന് മാറ്റണമെങ്കിൽ വീണ്ടും ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ 2 മാറ്റേണ്ട ഏത് സെല്ലാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഇറ്റാലിക്കിൻ്റെ ഈ ഓപ്ഷൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കൾസർ വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് കളർ. ഈ ടെക്സ്റ്റ് കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പല കളേഴ്സ് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ റെഡാക്കി മാറ്റുകയാണ്. നമുക്ക് കാണാം റെഡായി മാറി. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനൊന്ന് സെൻറ്റർ അലൈൻ ചെയ്യണം. ഹെഡിങ് ആയതുകൊണ്ട് നമ്മളൊന്ന് സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ സെൻറ്റർ അലൈൻ, ഹൊറിസോണ്ടൽ അലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ കൾസർ കൊണ്ടുവച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ അലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 3 ഓപ്ഷൻ ഉണ്ട്.
ഫസ്റ്റ് വൺ ലെഫ്റ്റ് ആണ്, ഇടതുവശത്തേക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ്. പിന്നുള്ളത് സെൻറ്റർ ആണ്, പിന്നെ റൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യുകയാണ്. ഇപ്പോൾ സെൻറ്ററിലേക്കായി. ഈ റൈറ്റ് ആക്കണമെങ്കിൽ ഈ റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റിലേക്കായി മാറും. അപ്പോൾ നമുക്ക് സെൻറ്ററായിട്ട് നിന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏതാണോ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ആ സെൽസ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ സെൽസ് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അതിനകത്ത് മാറ്റം വരുത്താൻ മാറുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാറുന്നതല്ല. ഇനി നമുക്ക് ഈ ബോർഡർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, എല്ലാം മങ്ങിയാണ് ഇരിക്കുന്നത്. ബോർഡറായിട്ട് നമുക്കത് കാണുന്നില്ല, എല്ലാം സെൽസും മങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. നമ്മൾ ടോട്ടൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എവിടെയാണോ നമുക്ക് ബോർഡർ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ബോർഡർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ബോർഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം കുറേ ഓപ്ഷൻസ്. ഓൾ ബോർഡേഴ്സ് ഉണ്ട്, ഇന്നർ ബോർഡേഴ്സ് ഉണ്ട്, ഹൊറിസോണ്ടൽ ബോർഡേഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ബോർഡേഴ്സ് ഉണ്ട്, ഔട്ടർ ബോർഡർ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓൾ ബോർഡേഴ്സ് കൊടുക്കുകയാണ്, എല്ലാ സെൽസിനും ബോർഡർ കൊടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മാറ്റം കാണാൻ പറ്റും. എല്ലാ സെൽസിനും ബോർഡർ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെല്ല് ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ദിയ എന്നുള്ളൊരു കുട്ടിയുടെ മാർക്കാണ് ഞാനിവിടെ 20 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദിയയും ആ കുട്ടിയുടെ 20 മാർക്കും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 സെല്ല് എവിടെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ സെല്ലൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ 2 എണ്ണം ആയതുകൊണ്ട് 2 എണ്ണം സെലക്ട് ചെയ്യുന്നു. ഇനിയില്ല, നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ 2 സെല്ല് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഉള്ളത് വൈറ്റ് ആണ്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫിൽ കളർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഫിൽ കളർ കൊടുക്കണം. ഫിൽ കളർ, ഈ ഫിൽ കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ കളേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ യെല്ലോ കൊടുക്കുകയാണ്. യെല്ലോ കൊടുക്കാൻ നേരത്ത് ആ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറി യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. പിന്നെ നമുക്കെങ്ങനെ ഒരു കോളം അല്ലെങ്കിൽ ഒരു റോ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റോ ആഡ് ചെയ്യാം. റോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ 1 എന്ന് എഴുതിയിരിക്കുന്ന ഈ 1 2 3 എന്നുള്ള ഓരോ റോസിൻ്റെ നമ്പേഴ്സാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നെയിം മാർക്സ് എന്നുള്ള ഹെഡിങ്ങിൽ തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു വേറൊരു ഹെഡിങ്, മെയിൻ ഹെഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം റോ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ 1 എന്നുള്ള ഈ റോയിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റോ മൊത്തത്തിലായിട്ട് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ റോസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് വരും. അവിടെ ഇൻസേർട്ട് 1 എബോ, ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്, പേസ്റ്റ് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇൻസേർട്ട് 1 എബോ 1 ബിലോ. അപ്പം നമുക്ക് റോ ഒരെണ്ണം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ റോയിൽ, അതായത് ഈ 1 എന്നുള്ള റോയിൻ്റെ മുകളിലാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് 1 എബോ കൊടുക്കുക. ആ റോയിൻ്റെ തൊട്ട് താഴെയാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് 1 ബിലോ കൊടുക്കുക. അപ്പം നമ്മളൊരു റോ മുകളിൽ ആഡ് ചെയ്യുകയാണ്. ഇനി സപ്പോസ് നമുക്ക് റോ ഡിലീറ്റ് ആക്കണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന റോ ഡിലീറ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു റോ ഇൻസേർട്ട് ചെയ്യുകയാണ്. അവിടെ നമുക്കൊരു ഹെഡിങ് കൊടുക്കുന്നു. നമുക്കൊരു ഹെഡിങ് ആയിട്ട് വേണ്ടത് ടോട്ടൽ മാർക്സ് എന്നുള്ള ഒരു ഹെഡിങ് നമുക്ക് വേണം. ടോട്ടൽ മാർക്സ് എന്നുള്ള ഹെഡിങ് ഞാൻ ടൈറ്റിലാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ഹെഡിങ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഇത് ഒരു സെല്ലിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ സെല്ലിന് മെർജ് ചെയ്യാറുണ്ട്. അപ്പോൾ മെർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എനിക്കിപ്പോൾ ഈ A1ഉം A1 ഈ ഫസ്റ്റ് A1 ആണ്, ഇത് B1 ആണ്. ഈ A1 B1 എന്നുള്ള ഈ 2 സെല്ല് സെപ്പറേറ്റ് സെല്ലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ എനിക്ക് മെർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 സെല്ലിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഏതൊക്കെയാണോ നമുക്ക് മെർജ് ചെയ്യേണ്ടത് അത് അടുത്തടുത്തുള്ള സെല്ലായിരിക്കണം. അതിനൊന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ ബോർഡറിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മെർജ് സെൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മെർജ് സെല്ല് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒറ്റ സെല്ലായി ഈ ടോട്ടൽ മാർക്സ് എന്നുള്ളത് ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ മെർജ് മാറ്റണമെങ്കിൽ തന്നെ നമ്മൾ ആ സെല്ല്, ഇപ്പം മെർജായ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് വീണ്ടും ആ മെർജ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെർജ് മാറി 2ഉം സെപ്പറേറ്റ് സെല്ലായി തന്നെ മാറും. അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നാക്കുവാണ്. നമുക്ക് ഒറ്റ സെല്ലായിട്ടാണ് വേണ്ടത്. ഒരു മെയിൻ ഹെഡിങ് ആയതുകൊണ്ട് തന്നെ ഒറ്റ സെല്ലായിട്ട് ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഈ ഷീറ്റിൻ്റെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, സപ്പോസ് നമ്മുടെ ഈ ഷീറ്റിൻ്റെ പേര് ഇവിടെ കിടക്കുന്നത് ഏറ്റവും താഴെയാണ്. ഷീറ്റ് 2 എന്നുള്ളൊരു പേരിലാണ് നമ്മുടെ ഷീറ്റ് ഇരിക്കുന്നത്.
ഇതിൻ്റെ പേര് മാറ്റുന്നതിനായിട്ട് ഈ ഷീറ്റിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീനെയിം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സെലക്ഷൻ വരും. ഷീറ്റ് 2 എന്നുള്ളത് ഒരു ബ്ലൂ കളറിലാവും. അവിടെ നമുക്ക് വേണ്ട പേര് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പേര് കൊടുക്കുന്നത് മാർക്സ് എന്നുള്ള പേരാണ്, മാർക്സ്. ഓക്കെ, എന്നിട്ട് പുറത്തോട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ആ പേര് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചില മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് കൂടെ നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സപ്പോസ് നമ്മളുടെ മാർക്സ് എന്ന് പറയുന്നത് ഇത്രയും ഏകദേശം 11 കുട്ടികളുടെ മാർക്കുണ്ട്. ഈ 11 കുട്ടികളുടെ മാർക്കിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ടോട്ടൽ കാണുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു കോളത്തിൽ ടോട്ടൽ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ മാർക്സ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ മാർക്സ് എന്ന് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ മാർക്സ് എന്നുള്ള ഹെഡിങ് വന്നുകൊണ്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേര് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്സ് എന്ന് ടൈപ്പ് ചെയ്തൊരു ഒരു റോയിൽ ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ നേരെ നമുക്ക് ഈ 11 കുട്ടികളുടെ മാർക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഫംഗ്ഷൻ വഴിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫംഗ്ഷൻ വഴി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഒരു സിഗ്മ എന്നുള്ളൊരു ഫംഗ്ഷൻസ് എന്നുള്ള ഒരു സിഗ്മ സിമ്പലുള്ള ഒരു ഇത് കാണാം, ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സിമിന് കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് സമ്മ് നോക്കാം. മൊത്തത്തിലുള്ള മാർക്ക് ഈ 11 കുട്ടികൾക്കും മൊത്തത്തിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് സം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈക്വൽ ടു സം ഒരു 2 ബ്രാക്കറ്റ് കാണാം. അതിന് നടുക്ക് നമുക്ക് ഒരു കൾസർ ഇങ്ങനെ മിന്നി തെളിയുന്നുണ്ട്. ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലെ ഒരു കൾസർ മിന്നി തെളിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എവിടെയാണോ ഇവിടെ നമ്മൾ ഇതിനകത്തൊന്നും ചെയ്യേണ്ട, ഈ സെലക്ഷൻ വന്നിരിക്കുന്ന സെല്ലിലൊന്നും ചെയ്യേണ്ട. ഏതൊക്കെ മാർക്സിൻ്റെ ആണോ നമുക്ക് ടോട്ടൽ കാണേണ്ടത്. അപ്പം എനിക്കിവിടെ മൂന്നാമത്തെ അമലിൻ്റെ മുതൽ ഫർഹാൻ്റെ വരെയുള്ള ടോട്ടൽ കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മാർക്സ് ഉള്ള കോളംസ് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ മാർക്സ് ഉള്ള അമലിൻ്റെ നേരെയുള്ള കോളം മുതൽ സെല്ല് മുതൽ ഫർഹാൻ്റെ നേരെ വരെയുള്ള സെല്ല് വരെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ സമ്മിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫില്ലായി വന്നു. ഏത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സെൽസ് ഏതിൻ്റെ വരെയാണോ സമ്മ് കാണേണ്ടത് ആ സെൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടോട്ടൽ മാർക്സ് 242 എന്ന് പറയുന്നത് ഈ 11 ആൾക്കാരെ ടോട്ടൽ മാർക്സ് ആണ്. 11 ആൾക്കാരുടെ മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് 242 എന്ന് പറയുന്നത്. അതവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആവറേജ് കാണാനാണെങ്കിൽ ആവറേജ് എന്നുള്ളൊരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഈ 11 പേരുടെ 27 വരെയുള്ളതിൻ്റെ ആവറേജ് ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ വീണ്ടും നമ്മൾ ഫംഗ്ഷൻ വഴി ഈ ഫംഗ്ഷൻസിൽ പോകുന്നു. അവിടെ ആവറേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഏതൊക്കെ മാർക്സിൻ്റെ ആണോ ആവറേജ് കാണേണ്ടത്. ഞാനിപ്പോൾ 11 പേരുടെയും കാണുന്നത് കാരണം 11 എണ്ണത്തിനെയും സെലക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് 5ഓ 6ഓ മതിയെങ്കിൽ ആ ആവശ്യമുള്ള സെൽസ് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ 11 ഈ അമലിൻ്റെ നേരെയുള്ള ഫസ്റ്റ് സെല്ല് തൊട്ട് ലാസ്റ്റ് ഫർഹാൻ്റെ നേരെ വരെയുള്ള സെല്ല് വരെ ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം വീണ്ടും ആവറേജിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് വീണ്ടും കൗണ്ട് ടോട്ടൽ എത്ര സെൽസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൽസിൻ്റെ കൗണ്ട്, അതായത് ഇവിടെ കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ കൗണ്ട് കൊടുത്ത് കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് കഴിയുമ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതായത് B3 മുതൽ അമലിൻ്റെ നേരെയുള്ള സെല്ല് മുതൽ നമ്മൾ താഴെ ഫർഹാൻ്റെ നേരെയുള്ള സെല്ല് വരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അടിക്കുമ്പോൾ 11 റോസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 11 സെൽസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 11 സെൽസിൻ്റെ കൗണ്ട് എത്ര നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് മാക്സും മിനിമവും. നമ്മൾ ടോട്ടൽ ഈ 11 മാർക്കിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മാക്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മാക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഫംഗ്ഷനിൽ വീണ്ടും മാക്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും സെയിം ഓപ്ഷൻ വരും. അപ്പോൾ ഏതൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സെൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ അവിടെയുള്ള ഹയസ്റ്റ് മാർക്ക് 32 ആണ്. ഹന്നയ്ക്ക് ഇട്ടിരിക്കുന്നത് 32 മാർക്കാണ് ഹയസ്റ്റ്. അത് മാക്സിൽ വന്നിട്ടുണ്ട്.
ഇനി മിനിമം മാർക്ക്, ഏറ്റവും ചുരുങ്ങിയ മാർക്ക് അറിയാൻ വേണ്ടിയിട്ട്, ഏറ്റവും കുറവായിട്ടിരിക്കുന്ന മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം എന്നുള്ള പേരിലൊരു സെല്ല് കൊടുക്കാം. അവിടെ MIN എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഓപ്ഷൻ തന്നെ നമ്മൾ 11 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ കിട്ടിയിരിക്കുന്ന മിനിമം മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റർ അടിക്കുമ്പോൾ 10 ആണ്. നമ്മളുടെ നേരെയുള്ള 10 മാർക്കാണ് ഏറ്റവും മിനിമം. അത് ഇവിടെ മിനിമം മാർക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ്. ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളെയാണ്. താങ്ക് യു.